പി.ജി പോലീസ് മർദ്ദനത്തിൽ എസ്.ഐ ആയിരുന്ന പി.എം. രതീഷിനെതിരെ സ്വീകരിച്ച നടപടിയിൽ തൃപ്തനല്ല എന്ന് പരാതിക്കാരനായ കെ.പി. ഔസേപ്പ്. സസ്പെൻഷന് പകരം രതീഷിനെ സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് കെ.പി. ഔസേപ്പ് പറഞ്ഞു. മർദ്ദനത്തിന് കൂട്ടുനിന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നും കെ.പി. ഔസേപ്പ് ആവശ്യപ്പെട്ടു. കുറ്റം ചെയ്ത ഈ ഉദ്യോഗസ്ഥനും ഈ കുറ്റത്തിന് കൂട്ടുനിന്ന ആ സ്റ്റേഷനിലെ നിരവധിയായ പോലീസുകാരുണ്ട്. അതായത് മഹേഷ് എന്ന് പറഞ്ഞൊരു CPO ഉണ്ട്, ജയേഷ് എന്ന് പറഞ്ഞൊരു ഗ്രേഡ് SI ഉണ്ട്, ഡേവിസ് എന്ന് പറഞ്ഞൊരു ഗ്രേഡ് SI ഉണ്ട്, മനീഷ് എന്ന് പറഞ്ഞൊരു CPO ഉണ്ട്, യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവർ 5 പേരും ഈ കുറ്റകൃത്യത്തിൽ ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത ഉദ്യോഗസ്ഥരാണ്. കള്ളമൊഴി കൊടുത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള പോലീസ് ആക്ട് അനുസരിച്ചുള്ള നടപടികൾ എടുക്കണം. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് താൽക്കാലികമായി മാത്രമുള്ളൊരു നടപടിയാണ്. നമുക്കറിയാം, പാതി ശമ്പളത്തോടുകൂടി ഇവർ ആ ജോലിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. പല സന്ദർഭങ്ങളിലും നടപടി ഇത്രമാത്രം മതിയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. സ്വാഭാവികമായ ഒരു ആവശ്യമാണ് എന്ന് തോന്നുന്നു, അല്ലേ? എന്തൊക്കെയാണ് ഔസേപ്പ് പറയുന്നത്, ആവശ്യപ്പെടുന്നത് ലിഷോയ്? മോത്തി, അതായത് ഈ പി.ജി കസ്റ്റഡി മർദ്ദനത്തിൽ ആ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർ, അതുപോലെ തന്നെ ഈ SI ആയിരുന്ന രതീഷിന് കൂടെ ഉണ്ടായിരുന്ന, മർദ്ദിക്കാനായി കൂടെ ഉണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, അവരെയൊക്കെ തന്നെ അവർക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുറ്റം ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധനയല്ല, അത് കുറ്റം ചെയ്തു എന്ന് CCTV ദൃശ്യങ്ങളിൽ തന്നെ തെളിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുകയല്ല, സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നുള്ളൊരു ആവശ്യമാണ് പരാതിക്കാരനായ ഔസേപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ സമയത്ത് ഒരുപാട് പോലീസുകാരുടെ മൊഴി എടുത്തിരുന്നു ഈ സ്റ്റേഷനിൽ തന്നെ. ആ പോലീസുകാരൊക്കെ തന്നെ ഈ SIക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു കുറ്റകൃത്യത്തിന് ചെയ്യുന്നത് പോലെ തന്നെ അവർ ഈ കുറ്റകൃത്യത്തെ അനുകൂലിക്കുന്നതും ഈ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും ഒക്കെ തന്നെ അതേപോലെ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒക്കെ തന്നെ അന്വേഷണം വേണം, അതുപോലെ തന്നെ നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഔസേപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, MS ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.